ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലൊക്കെ വീക്കെൻഡിൽ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാറുള്ളത്? എൻ്റെ വീട്ടിൽ എന്തായാലും ഒരു ബിരിയാണി മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ സൺഡേ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എടുത്തേക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി വേണ്ടുന്നത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്താൽ, ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തലേന്ന് എല്ലാ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണേ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനൊപ്പം കുറച്ച് ഹോൾ സ്പൈസസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അപ്പം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്കിതിലോട്ട് പറക്കി വെച്ച് കൊടുക്കാം. എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഒരു 2-3 നമ്മുടെ ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിലാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് 2 വശവും നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ചിക്കൻ ഇവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി എന്തായെന്ന് നോക്കാം. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേവൊക്കെ നോക്കിയായിരുന്നു, വേവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ടാണ് അരി ഊറ്റി ഒഴിക്കുന്നത്. അധികം വേവാകാതെ വേവൊന്ന് നിർത്തിയാണ് ഞാനിത് വാർത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഊറ്റി വെക്കുമ്പം ആ ചൂടത്തിരുന്ന് ചോറങ്ങ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അരി ഊറ്റി വെച്ചത് അവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ ഇവിടുന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇപ്പോൾ കറക്റ്റ് പരുവാണ്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാതെ നോർമലായിട്ടൊരു ചിക്കൻ മസാല ഉണ്ടാക്കി വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ആ പാത്രത്തിൽ നിന്ന് കോരി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നെയ്യ് കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത മസാലക്കൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു 5 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സവാള കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത പൊടി ഐറ്റംസിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഞാനൊരു 2 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയൊന്ന് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ചിക്കൻ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഇത് കുക്കായിട്ടില്ല, ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹാഫ് കുക്കായിട്ടുള്ള ചിക്കൻ ഈ വെള്ളത്തിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് സോഫ്റ്റായി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 20 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബസുമതി റൈസ് കുക്കായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കൻ മസാല ഒരു 10-20 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി ദം ഇടുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബിരിയാണി ദം ഇടുമ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യിൽ വറുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും വേണം. അപ്പോൾ ഞാനൊരു പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇതുപോലെയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ സെയിം പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്, നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സവാളയുടെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള ഫ്രൈ ചെയ്തത് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാൻ ഫുഡ് കളറൊന്നും ബിരിയാണിയിൽ യൂസ് ചെയ്യാറില്ല. ഇതുപോലെ പാലിനകത്ത് മഞ്ഞൾ കലക്കിയ ഈ മിക്സാണ് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മസാല എന്തായെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ മസാല ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചാറൊക്കെ വേണം. അപ്പോൾ ചാറൊക്കെ അത്യാവശ്യം വറ്റി ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കണം. ഞാൻ എല്ലാ ചിക്കനും കോരി മാറ്റുന്നില്ല. കുറച്ച് ചാറും കുറച്ച് കഷ്ണങ്ങളും അതിനകത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ബാക്കി ചിക്കൻ പീസസാണ് ഇതിനകത്ത് നിന്ന് കോരി മാറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ചാറും കുറച്ച് പീസസും അതിനകത്തിൽ ഇട്ടിട്ടാണ് ബാക്കിയാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണി ദം ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗ്രേവിയുടെ പുറത്തോട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഫുള്ളായിട്ട് കവറാകത്തക്ക വിധം ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് പുതിനയില പൊടിയായിട്ട് അരിഞ്ഞതും മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കളറിനായിട്ട് നേരത്തെ കലക്കി വെച്ചേക്കുന്ന മഞ്ഞൾ പാലിനകത്ത് കലക്കി വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ വശത്തും എത്തക്ക വിധത്തിൽ ഒരു 3-4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ്റെ ഗ്രേവി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ബസുമതി റൈസ് ബാക്കി ഇരുന്നത് ഫുൾ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന ബസ്മതി റൈസ് ഫുൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ബാക്കി ഇരുന്ന ഉള്ളി അതിൻ്റെ പുറത്തോട്ട് ഫ്രൈ ചെയ്ത ഉള്ളി അതിൻ്റെ പുറത്തോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ആ മഞ്ഞളിൻ്റെയും പാലിൻ്റെയും മിക്സ് ഫുള്ളായിട്ട് അതിൻ്റെ പുറത്തോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. അത്രയേ ഉള്ളൂ. ലാസ്റ്റായിട്ട് കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ 1/2 ടീസ്പൂണാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ഈ മൂടി തുറക്കുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് ദമ്മായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.